ഫുള്ള് കലിപ്പും കൂടാ. എന്നെയൊക്കെ പറപ്പിക്കുക. ഏകദേശം വറ്റൊലുവൊക്കെ ആവാറായി തോന്നുന്നുണ്ട്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലമായിട്ട് കുറേ കാലം ഒലിക്കാണ്ട് നിന്നല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്ക്. ഇന്നിപ്പോൾ 48-50 ദിവസമായി ഒലിവ് തുടങ്ങിയിട്ട്. ഇത്ര ദിവസമൊക്കെ ഒലിവിൽ കൈകാര്യം ചെയ്യായിരുന്നു. ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ആന നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, ആന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ആന ഇരുത്തി കഴുകി മാറ്റി നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം തറയിലേക്ക് കയറ്റി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഒലിക്കും. അപ്പം എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് ഒലിച്ചോട്ടെ, ഫുള്ളായിട്ട് ഒലിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പുള്ളി ഫുള്ള് ചാർജിങ് കലിപ്പായി. പിന്നെ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. എന്തായാലും മിണ്ടിയ പുള്ളി കലിപ്പ്. ഇപ്പം നല്ല മൂർച്ഛിത അവസ്ഥയിലാണ് നിൽക്കുന്നത്. നല്ല ആനയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം, ആന ഫുള്ള് കലിപ്പാണ്. ആനനെ നോക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും, ആനയുടെ ആ ഒരു മാറ്റം. മറ്റത് ഇങ്ങനെയൊന്നും ആന നിന്ന് അങ്ങനെ അത്രയധികം അങ്ങനെ ചാർജ് കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ ആൾ നല്ല ചാർജിങ്ങാണ്. ഇവിടെ മുഖത്തേക്ക് നോക്കി അറിയാം. ഞാൻ വിചാരിച്ചു നീരിലൊരു മാസമൊക്കെ ഒലിക്കുമ്പോഴത്തേക്കും ഇതാകെ ക്ഷീണിച്ച് തവിടുകൂടിയാവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് ഇപ്പോൾ വറ്റൊലിവിൻ്റെ സമയങ്ങളായിട്ടുണ്ട്. ഒരു ഫെബ്രുവരി തൊട്ടിട്ട് ഒക്കെ വല്ല പരിപാടിക്കൊക്കെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്നു. മുതലാളിയും പറയണത് അവിടെ നിന്ന് ഒലിച്ചോട്ടെ, ഒലിക്കുകയാണെങ്കിൽ ഒലിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, സീസണല്ലേ, അത് വിഷയമല്ല, അതിൻ്റെ ആ അസ്വസ്ഥത മാറിക്കോട്ടെ എന്നാണ് മുതലാളി പറഞ്ഞേക്കണേ. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ.